പടക്കളം പക്ഷെ ഒരു ക്യാമ്പസ് ചിത്രം മാത്രമല്ല, ഒരു ഫാന്റസി എലമെന്റും കൂടെ അതിലുണ്ടല്ലോ. അപ്പോ സാധാരണ ഒരു തുടക്കക്കാരങ്ങനെ പരീക്ഷിക്കാത്ത ഒരു ജോൺറ അല്ലേ ഫാന്റസി എന്ന് പറയുന്നത്. അപ്പോ മനുഷ്യന് എങ്ങനെയാണ് ആ ഒരു ധൈര്യം വന്നത്? ഇപ്പൊ മിന്നൽ മുരളിയുടെ സെറ്റിലൊക്കെ അസിസ്റ്റ് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ ഒരു കോൺഫിഡൻസ് ആണോ അങ്ങനെ ഒരു സിനിമ ആദ്യം തന്നെ? എനിക്ക് തോന്നി നേരെ തിരിച്ചാണ്. ഒരു തുടക്കക്കാരന് ചെയ്യാൻ ഏറ്റവും എളുപ്പം ജോണർ ആയിരിക്കും ഫാന്റസി. കാര്യം നമ്മളൊരു ഡ്രാമ, ഈ പറയുന്ന ഇമോഷൻ സാധനം, ആക്ഷൻ, അതൊക്കെ എന്ന് പറയുന്നത് കുത്തിക്കൂടെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നത്. ഫാന്റസിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കുഞ്ഞിലെ കേട്ട് വളരുന്ന കഥകൾ ഫാന്റസിയാണ്. അപ്പൊ ഒരു 5 വയസ്സുകാരന് ഏറ്റവും പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന കഥയും ഫാന്റസിയാണ്. അപ്പൊ എനിക്ക് ആ കഥ പറയാൻ എളുപ്പമാണ്. ആക്ച്വലി ആദ്യത്തെ പടം ഫാന്റസി ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഒരു ഡ്രാമയോ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡോ വേറെ കോമഡി ആക്കിയതായിരുന്നു. അതെ അതെ, ഫാന്റസി എളുപ്പമായിരുന്നു. അത് ഒത്തിരി വർക്കും ഹാർഡ് വർക്ക് അതിന്റെ പുറകിൽ വേണ്ടേന്ന് ഇല്ല. ഫാന്റസി ആദ്യത്തെ ഒരു പടം ഫാന്റസി ആക്കുക എന്ന് പറയുന്നത് ആക്ച്വലി എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. ഇവൻ പറഞ്ഞ പോലെ ഈ അത് കോമഡി ആക്കുക, ഫൺ പാക്കേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു പാട്. ഫാന്റസി ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യത്തെ ഒരു 2-3 ഫോൺ കോളില് ഫാന്റസിയുടെ എല്ലാ ലോക്ക് ആയതാണ്. അതപ്പോ ഈസി ആയിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ പടം ഫാന്റസി എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റൻഷൻ ഫാന്റസി ബേസിക്കലി ഒരു എന്താ പറയാ ടൂൾ അത്രേ ഉള്ളൂ.